തീക്ഷ്ണമായ സമര പോരാട്ടങ്ങളിലൂടെ കണ്ണൂരിൽ കെഎസ്യുവിനെയും യൂത്ത് കോൺഗ്രസിനെയും നയിച്ച സുദീപ് ജെയിംസിനെ വൈദ്യുതി മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. കെപിസിസി പ്രസിഡന്റിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായും മികച്ച പ്രവർത്തനമാണ് സുദീപ് നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ച യുവനേതാവായ സുദീപ് ഡിസിസി വൈസ് പ്രസിഡന്റ് കൂടിയാണ്. UDF പ്രതിപക്ഷത്തായിരുന്ന 10 വർഷത്തിൽ മുക്കാൽ ഭാഗവും കണ്ണൂരിൽ KSU യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായിരുന്നു സുദീപ് ജെയിംസ്. സമരങ്ങളുടെ വേലിയേറ്റം കണ്ട നാളുകൾ. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച KSU ജില്ലാ പ്രസിഡന്റ് എന്ന പെരുമയോടെ യൂത്ത് കോൺഗ്രസിന്റെ അമരത്തെത്തിയ സുദീപ് ഏറ്റെടുത്ത സമരങ്ങൾക്ക് കണക്കില്ല. ആ സമര പോരാട്ടങ്ങൾക്കുള്ള അംഗീകാരമാവുകയാണ് വൈദ്യുതി മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന ചുമതല. സണ്ണി ജോസഫിന്റെ നിഴലായി എന്നും സുദീപ് ജെയിംസ് ഉണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പേരാവൂർ മണ്ഡലത്തിലെ എല്ലാ തന്ത്രങ്ങളുടെയും സൂത്രധാരൻ കൂടിയാണ് സുദീപ്. കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷമായതിനാൽ ഇത്തവണ പേരാവൂരിൽ അതീവ ശ്രദ്ധയാണ് കോൺഗ്രസ് പുലർത്തിയിരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനറായി സുദീപ് ജെയിംസും ഉണ്ടായിരുന്നു. ചിട്ടയാർന്ന ആ പ്രവർത്തനത്തിന്റെ ഫലമായി സണ്ണി ജോസഫിന്റെ ഭൂരിപക്ഷം ഇത്തവണ 4 ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്തു. തോൽപ്പിച്ചത് സാക്ഷാൽ KK ശൈലജയെയും. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് എത്തിയപ്പോഴും ഇടവും വലവും സുദീപ് ജെയിംസ് ഉണ്ടായിരുന്നു. ഏറ്റെടുക്കുന്ന പ്രവൃത്തി ആത്മാർത്ഥതയോടെ ചെയ്യാനുള്ള കഴിവ് തന്നെയാണ് നേതാക്കളുടെ പ്രിയപ്പെട്ടവനായി സുദീപിനെ മാറ്റിയത്. K. സുധാകരൻ MPക്കും സുദീപിനെക്കുറിച്ച് 100 നാവാണ്. പാർട്ടി പ്രവർത്തനത്തിനിടയിൽ വീട്ടിൽ വല്ലപ്പോഴും പോകണം എന്ന ഉപദേശവും MP നൽകാറുണ്ടായിരുന്നു. വിശ്രമരഹിതമായ വിദ്യാർത്ഥി യുവജന സംഘടനാ കാലം സുദീപ് ജെയിംസിന് ശബ്ദം പോലും നഷ്ടപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടാക്കി. ആ ഇടവേള വായനക്കായി മാറ്റിവെച്ച് വീണ്ടും കരുത്തോടെ DCC വൈസ് പ്രസിഡന്റായി സുദീപ് ജെയിംസ് തിരിച്ചുവന്നു. പിണറായി സർക്കാരിനെതിരെ നിരന്തരം പോരാട്ടത്തിന് ഇറങ്ങിയപ്പോൾ ചുമത്തപ്പെട്ട കേസുകളും നിരവധി. കോടതിയിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലാത്ത രീതിയിലായിരുന്നു കേസുകളുടെ എണ്ണം. അപ്പോഴും തളരാതെ പരിഭവങ്ങൾ ഏതുമില്ലാതെ സുദീപ് ജെയിംസ് ത്രിവർണ പതാകയുടെ തണലിൽ മുന്നോട്ടുപോയി. സണ്ണി ജോസഫ് മന്ത്രിയാകുമ്പോൾ ഒരു കാര്യം ഉറപ്പായിരുന്നു, സ്റ്റാഫ് ടീമിൽ സുദീപും ഉണ്ടാകുമെന്ന്. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് തന്നെ നിയോഗിച്ച് ആ കഴിവിനെ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് വിലമതിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.